ഇതുവരെ ആയിട്ടും ഒന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തു, പക്ഷെ അതൊന്നും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മോഡൽ എക്സാമിനായിക്കോട്ടെ, ഇനി പബ്ലിക് എക്സാമിനായിക്കോട്ടെ. ഈ ദിവസങ്ങൾ കൊണ്ട്, വെറും 20 ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ചാപ്റ്റേഴ്സ് ഏറ്റവും വൃത്തിയായിട്ട് പഠിച്ചെടുക്കാനും അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ എങ്ങനെയൊക്കെ പറ്റും, ആ ഒരു കാര്യമായിരിക്കും മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെറും കുറച്ച് ദിവസങ്ങൾ കൊണ്ട്, ശരിക്കും പറയാനാണെങ്കിൽ 20 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കുന്ന ആഗ്രഹമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാവും മിസ് ഇതെല്ലാം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ, ഇത് ഞങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി എനിക്ക് പറ്റുമോ എന്ന് ആലോചിച്ച് നിങ്ങളെ നെഗറ്റീവ് അടിച്ച് ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, ഞാൻ ഇനി ഫെയിലാകും, എന്നെക്കൊണ്ട് A+ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, അങ്ങനെ നെഗറ്റീവ് അടിച്ച് പോകാതെ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം മിസ്സിൻ്റെ കൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഒരു കാര്യം കൂടി മിസ് ആഡ് ചെയ്യാണ്, ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. മിസ് ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബാച്ചിലുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതല്ല, അങ്ങനത്തെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ +1 മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് ആദ്യമായിട്ട് നിങ്ങളുടെ +1 ഹയർ സെക്കൻഡറിയിൽ വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ പബ്ലിക് എക്സാം ഫേസ് ചെയ്യാൻ പോവുകയാണ്, മോഡൽ എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് +2ലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറയാനാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര ദിവസമുണ്ട്? 20 ഡേയ്സ് ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു 20 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ 20 ഡേയ്സ് കൊണ്ട് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 20 ഡേയ്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റുമോ? മക്കളെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മിസ് ആദ്യമേ പറഞ്ഞത്, ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടും ഇതുവരെ നിങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ക്ലാസ്സും അതേപോലെ തന്നെ ഷോർട്ട് നോട്ട് ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പം ഇനി വരാൻ പോകുന്ന ലൈവുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലൈവായിട്ട് കിട്ടും. ഇനി ഓൾറെഡി കഴിഞ്ഞ ലൈവ് ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡിങ്ങും കിട്ടുന്നുണ്ടാകും. പിന്നെ വർക്ക്ഷീറ്റും PYQ ക്ലാസ്സും ക്വസ്റ്റ്യൻ ബാങ്കും ഒക്കെ വെച്ചിട്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സോൾവ് ആയിട്ടുള്ള പേപ്പേഴ്സാണ്, അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ബുക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനുള്ളൊരു പ്രോപ്പർ പ്ലാനാണ്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളെല്ലാവരും പലപ്പോഴും വിചാരിക്കേണ്ട മിസ് എങ്ങനെയാണ് ഇത്ര കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റുക, അത്രയും കോൺഫിഡൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തന്നിട്ടുള്ളൊരു കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ എക്സാമിൻ്റെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ റിസൾട്ടാണ്. നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 520 ഔട്ട് ഓഫ് 520 വാങ്ങിച്ചിട്ടുള്ള മക്കളാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ +2 റിസൾട്ടാണ്, നമ്മുടെ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ കുട്ടികളാണ്. ഇതും നമ്മുടെ +2 ടോപ്പേഴ്സാണ്. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇത്രയും നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ സിമ്പിളാണ്. നമ്മൾ കാര്യങ്ങൾ വേണ്ടതെല്ലാം 101% നമ്മൾ കൊടുത്തു. അത് അവരതിൻ്റെ ഡബിളായിട്ട് തന്നെ അവരതിനെ വർക്കൗട്ട് ചെയ്തു, അതിന് വേണ്ടിയിട്ട് അവർ ഇൻപുട്ട് ഇട്ട് കൊടുത്തു, അവർ പഠിച്ചു. അതേപോലെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ തരുന്ന പ്ലാൻ ഫോളോ ചെയ്ത് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ഓൾറെഡി നമ്മുടെ ക്രാഷ് ബാച്ചിലൊക്കെയുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പലരെങ്കിലും ചിലപ്പോൾ വിചാരിക്കുന്ന മിസ് ആകെ ഇനി 20 ഡേയ്സ് അല്ലേ ഉള്ളൂ, ഈ 20 ഡേയ്സ് കൊണ്ടുള്ള ഈ ക്ലാസ്സുകൾ വർത്താണെങ്കിലും നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തീർന്നു പോയൊരു ഫീൽ ഉണ്ടാവില്ലേ, അപ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ജോയിൻ ചെയ്യുന്നത് കുറച്ച് ദിവസം മാത്രമല്ലേ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ, അങ്ങനെ ഒരു സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ +2 ഉയരേ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. മക്കളെ, നമ്മുടെ ഉയരേ ബാച്ചിൽ നിങ്ങൾക്ക് ഇത് അവിടെ കാണാം, നമ്മുടെ ഉയരേ ബാച്ചിലുള്ള നമ്മുടെ ടോപ്പേഴ്സാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതേപോലെ കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മളിതേ ലൈവ് ക്ലാസ്സുകളും അവർക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് കാണേണ്ടവർക്കാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്, വർക്ക്ഷീറ്റ്, എക്സാം ഇതെല്ലാം വെച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ +2 ഉയരേ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് ബാച്ച് ഫ്രീ ആയി കിട്ടുന്നുണ്ടാകും. ഇത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ഓഫറാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ഇയറിലെ ക്ലാസ്സുകളും ഈ ഒരു നമ്മുടെ +1ൻ്റെ ക്ലാസ്സുകളും സൂപ്പറായിട്ട് പഠിക്കാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുണ്ടാകും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. ഈ സമയം എൻ്റെ കുട്ടികളെ ടെൻഷൻ അടിച്ച് പേടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനത്തെ അവസ്ഥയിലല്ല നിങ്ങൾ നിൽക്കേണ്ടത്. ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ തന്നെ വിശ്വസിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക.
ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. നമുക്കെല്ലാം റെഡിയാക്കാം. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ.